Okay, so next we are going to discuss the evidences for evolution. Evidences for evolution. So, different types of evidences are there. We are starting with paleontological evidences. You know what is paleontology? Paleontology is the study of fossils, and here we are going to discuss about the evidences of evolution based on fossils. And fossil evidence are the most convincing evidence for evolution. Right, so let's discuss about this paleontological evidence which is given in this first paragraph. Okay, so evidences that evolution of life forms has indeed taken place on earth has come from many quarters, like many evidences are there. Fossils are remains of hard parts of life forms found in rocks. So the remnants of living forms, maybe the shell of that organisms, or the skeleton of the organism, sometimes the footprints. All this will be preserved in rocks, and that is called what? Fossils. Rocks form sediments, and cross-section of earth crust indicates the arrangement of sediments one over the other during the long history of earth. സോ ഇങ്ങനെ സെഡിമെന്റേഷൻ നടക്കുന്നു. ഈ സെഡിമെന്റേഷനിൽ ഈ ജീവികൾ സപ്പോസ് എക്സ് എന്ന് പറയുന്ന ഓർഗാനിസംസ് ഉണ്ടായിരുന്നു ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിൽ. ആ ടൈം പീരീഡിൽ ദേ ലീവ്ഡ് ആൻഡ് ദെൻ ദെയർ റെമനൻസ് ബീൻ സെറ്റിൽഡ് ഇൻ ദി സെഡിമെന്റ് ആൻഡ് ദെൻ വൈ ഓർഗാനിസം. പിന്നെ അടുത്ത ഒരു മില്യൺസ് ഓഫ് ഇയേഴ്സ് കഴിഞ്ഞപ്പോൾ ഒരു വൈ എന്ന് പറഞ്ഞ ഓർഗാനിസം വന്നു. അതിന്റെ മേളിൽ എന്താ പറയുക എക്സ്റ്റെൻഡ് ആയപ്പോൾ അല്ലെങ്കിൽ അതിന്റെ റെമനൻസിന്റെ മേളിൽ ഒരു സെഡിമെന്റേഷൻ വന്നു. അതേപോലെ ഇസഡ് എന്ന് പറഞ്ഞാൽ അനദർ ഗ്രൂപ്പ് വന്നു. അതിന്റെ മേളിൽ ഇങ്ങനെ സെഡിമെന്റേഷൻ വന്നു. അപ്പം നമ്മളൊരു ക്രോസ് സെക്ഷൻ എർത്തിന്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ we can actually see that different ഏജ് ഗ്രൂപ്പിലുള്ള റോക്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി റോക്സിന്റെ ഏജ് കണ്ടുപിടിക്കാൻ പറ്റും. ഈ കാർബൺ ഡേറ്റിംഗ് പോലത്തെ മെത്തേഡ്സ് വെച്ചിട്ട് അങ്ങനെ നോക്കിക്കഴിയുമ്പം ഡിഫറെന്റ് ഏജിലുള്ള ഓൾഡസ്റ്റ് വണ്ണിൽ വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഫോംസ് കാണും, ലൈഫ് ഫോംസ് കാണും. ദ ലേറ്റസ്റ്റ് വണ്ണിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള ലിവിങ് ഫോംസ് കാണും. So this is how we are, we were able to understand, or this is how, based on fossils, we come to conclusion that evolution has happened. Anyway, let's continue this NCRT thing. Okay, so different aged rock sediments contain fossils of different life forms who probably died during the formation of the particular sediment. As I explained, ഒരു ടൈപ്പ് ഓഫ് ഓർഗാനിസംസ് ജീവിച്ചിരുന്നു, അത് മരിച്ചപ്പോൾ അവിടെ സെഡിമെന്റേഷൻ ഉണ്ടായപ്പം അതവിടെ എന്താ പറയുന്നത് പ്രിസർവ്ഡ് ആയി. Some of them appear similar to modern organisms. Some of them are like the even the very early form of life. അത് ചിലപ്പോൾ ലേറ്റൻ്റ് ആയിട്ടുള്ള ഇപ്പോഴത്തെ നിലവിലുള്ള ചില ഫോമുമായിട്ട് സിമിലർ ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഫോംസ് അന്നുള്ള ഫോംസിൽ നിന്ന് ഇവോൾവ് ചെയ്ത് വന്നതാണ്. അതുകൊണ്ടാണ് ഈ പഴയ ഫോംസിനും ഈ ഫോസിൽ എവിഡൻസിനും അല്ലെങ്കിൽ ഈ ഫോസിൽസിനും ഇപ്പോഴുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള വെർഷൻ ഓഫ് ലൈഫിൻ്റെ ചില സിമിലാരിറ്റീസ് ഉള്ളത്. They represent extinct organisms like dinosaurs. A study of fossils in different sedimentary layers indicate the geological period in which they existed. അപ്പം ആ സെഡിമെൻ്ററി ലെയർസിലുള്ള ഫോസിൽസിനെ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ we can actually understand in which particular geological period these organisms were existed. The study showed that life forms varied over time and certain life forms are restricted to certain geological time spans. ഓഫ് കോഴ്സ് ആണ് നമ്മൾ പഴയ റോക്സ് നോക്കുമ്പോഴത്തേക്കും പുതിയ റോക്സും തമ്മിലെടുത്ത് നോക്കിക്കഴിയുമ്പോൾ ഓഫ് കോഴ്സ് പല തരത്തിലുള്ള ലൈഫ് ഫോംസ് ആണ് ഉണ്ടായിരുന്നത്, റൈറ്റ്? So life forms varied over time and certain life forms are restricted to certain geological time span only. For example, നമ്മളിപ്പോൾ ഡൈനോസേഴ്സിൻ്റെ ഒക്കെ ഫോസിൽ എടുത്ത് പോയി കഴിഞ്ഞാൽ അത് നമുക്കറിയാം, നമ്മൾ ആ ട്രയാസിക് പോലെ ട്രയാസിക്, ജുറാസിക് ആൻഡ് ക്രട്ടേഷ്യസ്, ഈ ഒരു ടൈം പീരീഡിൽ മാത്രമേ നമുക്ക്, ഈ ഒരു ഏജുള്ള റോക്സിൽ മാത്രമേ, അല്ലെങ്കിൽ ഈ ഒരു പീരീഡിലുള്ള റോക്സിൽ മാത്രമേ നമുക്ക് ഡൈനോസേഴ്സിൻ്റെ ഫോസിൽസ് കാണൂ. ദാറ്റ് മീൻസ് ഡൈനോസേഴ്സ് എക്സിസ്റ്റഡ് ഓൺലി ഡ്യൂറിങ് ദിസ് ടൈം പീരീഡ്. കറക്റ്റായിട്ട് പറഞ്ഞാൽ ട്രയാസിക്കൽ ഒറിജിൻ, ജുറാസിക്കിൽ ഡോമിനൻസ് ആൻഡ് ക്രട്ടേഷ്യസിൽ അവരുടെ കംപ്ലീറ്റ് എക്സ്റ്റിങ്ഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് തിങ്. ഓക്കെ, hence new forms of life have arisen at different times ഇൻ ദ ഹിസ്റ്ററി ഓഫ് എർത്ത്. അപ്പോൾ പുതിയ പുതിയ ലൈഫ് ഫോംസ് പുതിയ പുതിയ ടൈംസിൽ വന്നുകൊണ്ടിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എവല്യൂഷൻ നടന്നുകൊണ്ടേ ഇരുന്നു. All this is called paleontological evidence. So these evidences of evolution based on fossils are called what? Paleontological evidences. And how to determine the age of fossil? അറിയാലോ, ഡേറ്റിംഗ്, റേഡിയോ ആക്റ്റീവ് ഡേറ്റിംഗ് ആണ്, കാർബൺ 14 ഡേറ്റിംഗ് ആണ്. വെരി not only carbon 14 dating,
carbon 14, potassium, uranium, lead, potassium, argon dating ഒക്കെ ഉണ്ട്. And these are like, by doing this carbon 14 dating, for example, കാർബൺ ഫോർട്ടീൻ്റെ ഒരു ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് കാർബൺ ഫോർട്ടീൻ ഒരു 5730 ഇയേഴ്സിൽ ഒരു കാർബൺ ഫോർട്ടീൻ വിൽ ഡീക്കേ ടു നൈട്രജൻ 14. അപ്പം നമുക്കൊരു ഒരു റോക്ക് എടുത്തു കഴിഞ്ഞാൽ ആ റോക്കിൻ്റെ ഏജ് ഈ ഒരു എന്താ പറയുന്നത് ഈ പേരൻറ്റ് റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ് ഡോട്ടർ റേഡിയോ ആക്റ്റീവ് ഐസോട്ടോപ്പ്, അപ്പോൾ ഇത് തമ്മിലുള്ള പ്രപ്പോർഷൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റോക്കിൻ്റെ ഏജ് അറിയാൻ പറ്റും. ആൻഡ് ഇഫ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഏജ് ഓഫ് ദ റോക്ക്, ഓഫ് കോഴ്സ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ഏജ് ഓഫ് ദ ഫോസിൽ വിച്ച് ഈസ് ബീൻ പ്രിസർവ്ഡ് ഇൻ ദാറ്റ് റോക്ക്. ഇങ്ങനെയാണ് നമ്മൾ ഫോസിൽ സ്റ്റഡി നടത്തുന്നത്. എനിവേ ദിസ് ഈസ് പാലിയോൺടോളജിക്കൽ എവിഡൻസ് വിച്ച് പ്രൂവ് ദാറ്റ് ലൈഫ് ഫോം ഇങ്ങനെ വേരി ചെയ്തുകൊണ്ടിരുന്നു, പുതിയ ഫോംസ് ഓരോ ടൈമിൽ ഉണ്ടായിക്കൊണ്ടിരുന്നു, ഓർ പഴയ ഫോമിൽ നിന്നാണ് പുതിയ ഫോം ഉണ്ടായത്. സോ ഇറ്റ്സ് ലൈക്ക് മോസ്റ്റ് കൺവിൻസിങ് എവിഡൻസ് ഓഫ് എവല്യൂഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് എംബ്രിയോളജിക്കൽ എവിഡൻസ് ആണ്. ഓക്കെ, എംബ്രിയോളജിക്കൽ എവിഡൻസ്. സോ എംബ്രിയോളജിക്കൽ എവിഡൻസ് ആണ്. Here it is embryological support for evolution was proposed by Ernest Haeckel, and his observation was simple. Based upon his observation of certain features during embryonic stage common to all vertebrates that are absent in adult. ഓക്കെ, പുള്ളിയുടെ ഒബ്സർവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ എല്ലാ വെർട്ടിബ്രേറ്റിനും എടുക്കുക, ഫിഷ് എടുക്കുക, ആംഫീബിയ എടുക്കുക, റെപ്റ്റീലിയ എടുക്കുക, ഏവ്സ് എടുക്കുക, ആൻഡ് മാമൽസ് എടുക്കുക. ഇതിൻ്റെ എല്ലാ എംബ്രിയോ ഏർലി സ്റ്റേജസിൽ സിമിലർ ക്യാരക്ടേഴ്സ് ആയിരിക്കും കാണിക്കുക. പക്ഷെ നമുക്കറിയാം അഡൽട്ട് സ്റ്റേജ് ആകുമ്പം ഇവരെല്ലാം ഡിഫറെൻ്റ് ആണ്. സോ വാട്ട് ഹി വാസ് ട്രൈങ് ടു പ്രൂവ് ഈസ് ഓണ്ടോജനി റീക്യാപിറ്റുലേറ്റ്സ് ഫൈലോജനി എന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെല്ലാം ഈ എംബ്രിയോസ് എല്ലാം ഒരേപോലെ ഇരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കെല്ലാം ഒരേപോലത്തെ ഒറിജിൻ എല്ലാണ്ടാണ്, അല്ലെങ്കിൽ ഇവരെല്ലാം ഒരേ ആൻസിസ്റ്റേഴ്സിൽ നിന്ന് വന്നതുകൊണ്ടാണ് എംബ്രിയോസ് ഹാവിങ് ദിസ് സിമിലാരിറ്റി ഇൻ ദ ഏർലി സ്റ്റേജസ്. അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുന്നത്, ഇതിൻ്റെ ഒരു ബ്രീഫ് എന്ന് പറയുന്നത്, ഐഡിയ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഏണസ്റ്റ് ഹേക്കൽസ് ബയോജെനറ്റിക് ലോ. നമ്മളതിനെ ബയോജെനറ്റിക് ലോ എന്നാണ് പറയുന്നത്. എനിവേ, സോ ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഇനി എൻ്റെ എക്സാമ്പിൾ പറയുകയാണ്. ദ എംബ്രിയോസ് ഓഫ് ഓൾ വെർട്ടിബ്രേറ്റ്സ് ഇൻക്ലൂഡിംഗ് ഹ്യൂമൻ ഡെവലപ്പ് എ റോ ഓഫ് വെസ്റ്റീജിയൽ gill slit just behind the head, but it is a functional organ only in fish and not found in any other adult vertebrates. അപ്പോൾ നമ്മൾ ഹ്യൂമൻസിൻ്റെ അല്ലെങ്കിൽ മാമൽസിൻ്റെ എംബ്രിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പറ്റും എന്ത് കാണാൻ പറ്റും, ഡെവലപ്മെൻറ്റ് സ്റ്റേജിൽ നമുക്ക് ഗിൽ സ്ലിറ്റ്സ് കാണാൻ പറ്റും. ഇത് എന്താണ്, ഇത് ഓഫ് കോഴ്സ് നമുക്ക് ഹ്യൂമൻസിന് ഗിൽസ് ഇല്ല, ബട്ട് ഇത് കാണിക്കുന്നുണ്ട് എംബ്രിയോളജിക്കൽ സ്റ്റേജസിൽ. ഈവൻ ടെയിൽ അങ്ങനത്തെ ഉള്ളതൊക്കെ കാണിക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ആൻസിസ്റ്റേഴ്സിന് ഗിൽസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗിൽസ് ഉള്ള ഒരു ആൻസിസ്റ്റേഴ്സിനാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്, ഇവോൾവ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എംബ്രിയോളജിക്കൽ സ്റ്റേജസിൽ നമുക്ക് ഈ ക്യാരക്ടേഴ്സ് വീണ്ടും വന്നിരിക്കുന്നത്. സോ എക്സ്പ്ലെയിൻ അവർ എംബ്രിയോളജിക്കൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ് ആർ ആക്ച്വലി കൈൻഡ് ഓഫ് റെപ്പിറ്റേഷൻ ഓഫ് അവർ എവല്യൂഷണറി ഡെവലപ്മെൻറ്റൽ സ്റ്റേജസ്. അതാണ് ഈ തിയറി പറയുന്നത്. ഓക്കെ, ബട്ട് however it has been discarded. ഇത് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അപ്രൂവ് ചെയ്യാൻ പറ്റില്ല, ബിക്കോസ് ഇറ്റ് has been discarded by Carl Ernst von Baer. ഇത് ഡിസ്കാർഡ് ചെയ്തു. However, this proposal was disapproved on careful study performed by Carl Ernst von Baer. So ഈ എംബ്രിയോളജിക്കൽ ലോ ഓർ അല്ലെങ്കിൽ ഈ ബയോജനിക് ലോ ഓഫ് ഏണസ്റ്റ് ഹെക്കൽ has been discarded by Carl Ernst von Baer. He noted that embryos never pass through the adult stages of other animals. ഓക്കെ, ഇത് മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. എംബ്രിയോസ് നെവർ പാസ് ത്രൂ ദ അഡൾട്ട് സ്റ്റേജസ് ഓഫ് അതർ ആനിമൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ maybe there may be some similarities or shared features among the embryos of different species during the early stages of development, but each species embryo will have its own developmental pathway than following a linear progression through adult stages of their evolutionary ancestors. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇയർലി സ്റ്റേജസിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ സിമിലാരിറ്റീസ് കാണും, പക്ഷേ ഈ എംബ്രിയോസ് എല്ലാം ബാക്കിയുള്ള ആനിമൽസിൻ്റെ അഡൾട്ട് സ്റ്റേജിലുള്ള ക്യാരക്ടർ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളൊരു മാമാലിയൻ എംബ്രിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബേർഡിൻ്റെ എംബ്രിയും മമാലിയൻ എംബ്രിയും നമ്മൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ബേർഡിൻ്റെ എംബ്രിയും മമാലിയൻ എംബ്രിയും ഏർലി സ്റ്റേജസിലൊക്കെ ഒരേപോലെ ആയിരിക്കും. പക്ഷേ കുറച്ച് കഴിയുമ്പം ഈ ബേർഡിൻ്റെ എംബ്രിയോ അതിൻ്റെ അഡൾട്ട് ക്യാരക്ടേഴ്സ് കാണിച്ചു തുടങ്ങും, ബീക്സ്, വിങ്സ് ഡെവലപ്മെൻറ്റ് കാണിച്ചു തുടങ്ങും. മമാലിയൻ എംബ്രിയോ ഒരു മമാലിയൻ ഡെവലപ്മെൻറ്റ് പാത്വേയും ഫോളോ ചെയ്യും. മമാലിയൻ എംബ്രിയോ ഒരിക്കലും ഈ ബേർഡിൻ്റെ അഡൾട്ട് ക്യാരക്ടേഴ്സ്, അതായത് വിങ്, ബീക്ക് ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അതാണ് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അർത്ഥം. സോ
the embryos never pass through the adult stages of other animal. ഒരു mammalian embryo ഒരു ബേർഡിന്റെ adult stages ആയിട്ടുള്ള ബീക്കോ വിങ്സോ ഒന്നും കാണിക്കുന്നില്ല. Okay, so that is the meaning of that statement. Anyway, it's very important embryological evidence or the biogenetic law proposed by Ernest Haeckel, and it was based on the similarities of embryo in the early stages, but it has been which proves similar origin of all these things. But von Bayers discarded this. He said that the embryos never pass through the adult stages of other animals. ഇപ്പോൾ രണ്ടാമത്തെ എവിഡൻസ് ആണ് എംബ്രിയോളജിക്കൽ എവിഡൻസ്. ഇനി മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ് the evidences from comparative anatomy and morphology. So here we are going to consider the similarities and differences among organisms and of today and those existed years ago. അപ്പോൾ ഇതിൽ വെച്ച് സിമിലാരിറ്റീസ് ഒക്കെ വെച്ച് നമുക്ക് ഇതിൻ്റെ ആൻസസ്ട്രി കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ അണ്ടറിൽ നമ്മൾ രണ്ട് തരത്തിൽ കൈൻഡ് ഓഫ് ഓർഗൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഹോമലോഗസ് ഓർഗൻസ് ആൻഡ് അനലോഗസ് ഓർഗൻസ്. വെരി ഇമ്പോർട്ടൻറ്റ്, സോ മെനി ടൈംസ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ ഡീറ്റെയിൽസ്. ഹിയർ വി ആർ ഗോയിങ് ടു കമ്പയർ ദ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ്. അപ്പോൾ ഇവിടെ ഈ ഒരു ഡയഗ്രാം കൊണ്ട് കാണിച്ചിട്ടുണ്ട്, ക്വിക്കായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ ഡൈനോസേഴ്സ് എല്ലാ ഡൈനോസേഴ്സ് that first flying bird Archaeopteryx, Crocodilia, and then Pteranodon, the first flying vertebrate. ഇവർക്കെല്ലാം ഉള്ളത് ഒരൊറ്റ ആൻസസ്റ്റർ ആണ്, ഒരു കോമൺ ആൻസസ്റ്റർ ആണ്. ഇവരെല്ലാം വന്നിരിക്കുന്നത് ഒരേ ആൻസസ്ട്രിയിൽ നിന്നാണ്. ഇത് ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഈ ഫൈനൽ ബ്രീഫ് അക്കൗണ്ട് ഓഫ് എവല്യൂഷനിൽ പറഞ്ഞുതരാം. സോ ദാറ്റ് ഈസ് വാട്ട് ബീൻ എക്സ്പ്ലെയിൻ ഹിയർ ഇൻ ദിസ് ഡയഗ്രാം. എനിവേ വിൽ ഡിസ്കസ് ദിസ് ഇൻ ഡീറ്റെയിൽ ലേറ്റർ. Okay, so as I explained, okay, we are going to compare the similarities, and these similarities can be interpreted to understand whether common ancestors were shared or not. അപ്പോൾ similar characters ഉണ്ടെങ്കിൽ ഒരു common ancestry ഉണ്ടെന്ന് പറയാം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെയിൽസ്, ബാറ്റ്സ്, ചീറ്റ ആൻഡ് ഹ്യൂമൻസ് ലൈക്ക് ഓൾ മാമൽസ് ഷെയർ സിമിലാരിറ്റീസ് ഇൻ ദ പാറ്റേൺ ഓഫ് ബോൺസ് ആൻഡ് ഫോർ ലിംസ്. അപ്പോൾ അതിൻ്റെ ഒരു ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ഡയഗ്രാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. യാ, സോ ദ ഹ്യൂമൻ ഫോർ ലിംബ്, അല്ലെങ്കിൽ ചീറ്റയുടെ ഫോർ ലിംബ്, വെയിലിൻ്റെ ഫോർ ലിംബ്, ബാറ്റിൻ്റെ ഫോർ ലിംബ്, ഇതെല്ലാം മമാലിയൻസ് ആണ്. ബട്ട് അവർക്ക് ഈ പറയുന്ന പോലെ ഫോർ ലിംബ് ഇൻ ഹ്യൂമൻസ് ആർ ബീൻ യൂസ്ഡ് ഫോർ ഗ്രാസ്പിംഗ് തിങ്സ്, ഹോൾഡിംഗ് തിങ്സ്. ചീറ്റ യൂസിങ് ഇറ്റ് ഫോർ റണ്ണിങ് ഫാസ്റ്റ്. Whale using it as a kind of organ for swimming. Bat will of course use it for flying. But if you see, that means all of them have a different function. Functionally different ആണ്, functionally different ആണ്. ബട്ട് സ്ട്രക്ചറലി ദേ ആർ സെയിം. എല്ലാത്തിനും എന്തുണ്ട്? എല്ലാത്തിനും ഹ്യൂമറസ് ഉണ്ട്, എല്ലാത്തിനും റേഡിയസും അൽനൈ ഉണ്ട്, റേഡിയസ് അൽനൈ ഉണ്ട്, കാർപ്പൽസ് ഉണ്ട്, മെറ്റാകാർപ്പൽസ് ഉണ്ട്, ഫാലഞ്ചസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ all the structures have common features. Yeah, that means all of them have same origin, but they have different functions. So functionally same origin and different function, different or same function എന്നാ പറയാ. So സെയിം ഒറിജിൻ എന്ന് ചിന്തിച്ചാൽ മതി. സോ ഈ സെയിം ഒറിജിൻ ഡിഫറെൻറ്റ് ഓർ സെയിം ഫംഗ്ഷൻ ആണെങ്കിൽ അങ്ങനത്തെ ഓർഗൻസിനെ നമ്മൾ പറയും ഹോമോലോഗസ് ഓർഗൻസ്, ബിക്കോസ് ദേ വിൽ ഹാവ് വാട്ട് സിമിലാരിറ്റി. സോ ലെറ്റ്സ് ഡിസ്കസ് ദാറ്റ് എക്സാമ്പിൾ വൺസ് അഗെയിൻ. സോ ദ ഫോർ ലിംബ്സ് ഓഫ് വെയിൽസ്, ബാറ്റ്, ചീറ്റ ആൻഡ് ഹ്യൂമൻസ് ഷെയർ സിമിലാരിറ്റീസ് ഇൻ ദ പാറ്റേൺ ഓഫ് ബോൺസ് ആൻഡ് ഫോർ ലിംബ്സ്. Though these forelimbs perform different functions in these animals, they have similar anatomical structures. All of them have humerus, radius, ulna, carpus, metacarpals, and phalanges in their forelimbs. Hence, these animals, the same structure developed along different direction due to adaptations to different needs. അതെ, അവരുടെ എൻവയോൺമെന്റൽ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് ഇവരെല്ലാം വന്ന ഒരു കോമൺ ആൻസസ്റ്റർ ആയിരുന്നു. പക്ഷെ അവരവരുടെ ആ എൻവയോൺമെന്റൽ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് എന്ത് സംഭവിച്ചു? അവരുടെ ആ ഫോർ ലിംസ് അതിനനുസരിച്ചിട്ട് മോഡിഫൈഡ് ആയി. ബട്ട് ദേ ഹാവ് still showing similarities, which is an evidence of what? Common ancestry. ठीक है, right? And this is because of what? And this origin of this organ, so this kind of organs are called homologous organs, and this is because of what? Yeah, and these structures are homologous, and this homologous structures origin because of divergent evolution. Yeah, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു കോമൺ ആൻസസ്റ്റർ ഉണ്ടായിരുന്നു, ഇവിടുന്ന് ഡൈവേർജ് ചെയ്ത് ഉണ്ടായതാണ് ബാക്കി എല്ലാവരും. മനസ്സിലായി? ഒരു കോമൺ ആൻസസ്റ്ററിൽ നിന്ന് പുതിയ ഹാബിറ്റാറ്റിലോട്ട് പോവുകയും ബിക്കോസ് ഓഫ് ന്യൂ റിക്വയർമെന്റ്സ് that common ancestor diversified, and this is called divergent evolution. So homologous organ origin because of what? Divergent evolution. And few more examples also there. Another example is vertebrate heart or brain. Vertebrate heart, brain. Yeah,
all of them are like what? Similar origin ആണ്. എല്ലാം വന്നിരിക്കുന്നത് ectodermal tissue, I mean heart ആണെങ്കിൽ mesodermal ആണ് origin, ബ്രെയിൻ ആണെങ്കിൽ ന്യൂറൽ ട്യൂബ് അല്ലെങ്കിൽ എക്ടോഡേമിൽ നിന്നാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവർക്കെല്ലാം ഒറിജിൻ സെയിം ആണ്. ഈ അതേ ഷോയിങ് വേരി ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസേഷൻ. ഫോർ എക്സാമ്പിൾ ഹാർട്ട് ഓഫ് ഫിഷ് ഈസ് 2 chambered, ആംഫീബിയൻ 3 chambered, മാമൽസ് 4 chambered, ബ്രെയിൻസ് ആയാലും ലോവർ ടു ഹയർ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഓൾ ഓഫ് ദം ഹാവ് same origin. Origin same ആണ്. They may show vary degrees of specialization, but all of them from same origin. So first example ഞാൻ പറഞ്ഞു the four limbs of cheetah, whale, bat and human, and second example vertebrate heart and brain. ഇനി ഒരു പ്ലാന്റിന്റെ എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ the thorn of bougainvillea and tendrils of cucurbita, both are both evolved from the axillary bud. Axillary bud നിന്നാണ് രണ്ട് ഉണ്ടായിട്ടുള്ളത് ആക്സിലറി ബഡിൽ നിന്നാണ്. പക്ഷെ നമുക്കറിയാം തോൺ എന്ന് പറയുന്നത് ഡിഫെൻസീവ് പർപ്പസ് ആണ്, ടെൻഡ്രിൽസ് എന്ന് പറയുന്നത് അറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ടാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ഹോമലോഗസ് ഓർഗൻ. സോ ദീസ് ആർ ഫോർ എക്സാമ്പിൾസ് ഓഫ് ഹോമലോഗസ് ഓർഗൻസ്. ഇനി homology is based on divergent evolution, whereas analogy another type of organs ആണ്. Analogy refers to situation exactly opposite. എന്താണ് അനലോഗസ് ഓർഗൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഒറിജിൻ ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ വൈ എന്ന് പറഞ്ഞാൽ രണ്ട് ഓർഗാനിസം ഡിഫറെൻറ്റ് ഒറിജിൻ ആണ്. അവർ സിമിലർ എൻവയോൺമെൻറ്റൽ പ്രഷേഴ്സ് കാരണം ഇവോൾവിങ് ഇൻ ടു സെയിം ലൈൻ, ഒരേപോലെ ഓർഗൻസ് ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ അവർ ഒരേപോലത്തെ ഓർഗാനിസംസ് ആയിട്ട് മാറും. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ പറയുക, കൺവെർജ് ചെയ്യല്ലേ ചെയ്യുന്ന ഇവിടെ. So this kind of evolution is known as what? Convergent evolution. So homologous organs in the opposite ആണ് analogous organ. ठीक है, analogous organ. Analogous organs in the specialty എന്താണ്? Different origin but same function. Always think about origin. Different origin, same function, but they form because of convergent evolution. So yeah, they are not example ഉണ്ട് wings of butterfly and birds, wings of birds. They look alike. Wing butterfly real arthropod ആണ്, bird ഒരു avian ആണ്, vertebrate ആണ്, but they have similar functionally they are same, right? Different origin, but wings being used for what? Flight. So that is first example. They are not anatomically similar structures, though they perform similar functions. Hence, analogous structures are result of convergent evolution. Yeah, analogous structures convergent evolution കണ്ടുണ്ടാവുന്ന different structures evolving for the same function and hence having similarity. Same function വേണ്ടി different origin ഉള്ള structures same function വേണ്ടിയിട്ട് evolve ചെയ്യുന്നു. So they will have similar function but origin different ആയിരിക്കും. Other examples of analogy are the eye of octopus of mammals, or the flippers of eye of octopus and of mammals, flippers of penguin and dolphins. ഇതെല്ലാം എന്താ പറയുക, അനലോഗസ് ഓർഗൻസിൻ്റെ എക്സാമ്പിൾ ആണ്. അറിയാലോ, ഒക്ടോപ്പസ് മൊളസ്ക ആണ്, മാമൽ ഹയർ വെർട്ടിബ്രേറ്റ് ആണ്, രണ്ടിനും കണ്ണ് യൂസ് ചെയ്യുന്നത് വിഷന് വേണ്ടിയിട്ടാണ്. പെൻഗ്വിൻ ഒരു ബേർഡ് ആണ്, ഡോൾഫിൻ ഒരു മാമൽ ആണ്, രണ്ടിനും ഫ്ലിപ്പേഴ്സ് ഉണ്ട്, രണ്ട് ഒറിജിൻ ആണ്, ബട്ട് യൂസേജ് സെയിം ആണ്, സ്വിമ്മിങ് ആണ്. സോ അനലോഗസ് ഓർഗൻസ്. One can say that it is similar habitat that has resulted in selection of similar adaptive features in different groups of organisms, but towards the same function. Sweet potato, which is a modified root, and a normal potato, which is a modified stem, is another example for analogy. അപ്പോൾ ഇതിന് ഞാനൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫണ്ണി ഡയഗ്രാം ഇവിടെ വരച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പൊട്ടാറ്റോ ഉണ്ട്, അതിൽ നമുക്ക് പറയാം സ്വീറ്റ് പൊട്ടാറ്റോ ആൻഡ് ദ നോർമൽ പൊട്ടാറ്റോ, ദാറ്റ് ഈസ് എൻ എക്സാമ്പിൾ. Then wings and wings of butterfly and wings of bird, again another example. Then flippers of dolphin and penguin ഉണ്ട്. Then eyes of octopus and this vertebrate ഉണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ എൻ സി ആർ ടി എക്സാമ്പിൾസ്. അപ്പോൾ ഈ ഒരു ഡയഗ്രം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്സാമ്പിൾസ് ഓർത്ത് വയ്ക്കാൻ പറ്റും. ഇനി ദാറ്റ് ഈസ് അനലോഗസ് ഓർഗൻസ്. ഓക്കെ, ഇൻ ദ സെയിം ലൈൻ ഓഫ് ആർഗ്യുമെന്റ്. അപ്പോൾ നമ്മൾ ആ ഒരു ഹോമലോഗസ് ഓർഗൻസ് അനലോഗസ് ഓർഗൻസ് കഴിയുമ്പോൾ നമ്മുടെ മോർഫോളജിക്കൽ ആൻഡ് അനാട്ടമിക്കൽ എവിഡൻസ് കഴിഞ്ഞു. നെക്സ്റ്റ് ബയോകെമിക്കൽ എവിഡൻസസ് ആണ്. ബയോകെമിക്കൽ എവിഡൻസസ് എങ്ങനെയാണ് പഠിക്കുക നോക്കാം. അല്ലെങ്കിൽ എന്താണ് ബയോകെമിക്കൽ എവിഡൻസസ്? Similarities in proteins and genes performing a given function among diverse organisms give clues to a common ancestry. എന്ന് വെച്ചപ്പോൾ ഒത്തിരി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻസും ജീൻസും ഒക്കെ എല്ലാ ഓർഗാനിസത്തിലും ഉണ്ട്. പക്ഷെ അവർ എന്താ പറയുന്നത്, അവരുടെ ഫങ്ഷനിൽ സിമിലാരിറ്റി കാണിക്കുന്നതിന് ഇൻസുലിൻ ജീൻ
എല്ലാ വെർട്ടിബ്രേറ്റ്സിലും ഈവൻ ലോവർ ആനിമൽസിലും ഒക്കെ ഉണ്ട്. പക്ഷേ എല്ലാത്തിലും അതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇൻസുലിൻ പ്രൊഡ്യൂസ് ചെയ്യുക, ഷുഗറിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ള, ബ്ലഡ് ഷുഗറിനെ. That means all these genes and protein evolved from a common ancestor. So yeah, the similarities in proteins and genes is also an example, or it gives the clues for what common ancestry, and this is called biochemical similarity, or we can call it as what biochemical evidence of evolution. Point to the same shared ancestry as structural similarities among diverse organism. Okay. അടുത്തെന്ന് പറയുന്നത് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് നാച്ചുറൽ റീസൺസ് ഒക്കെയാണ്. ഇനി നമ്മൾ ഒരു ആർട്ടിഫിഷ്യൽ സെലക്ഷൻ, വർഷങ്ങളായിട്ട് നമ്മൾ ആർട്ടിഫിഷ്യലി രണ്ട് നല്ല ബെറ്റർ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ക്രോസ് ചെയ്തിട്ട് ബെറ്റർ ആയിട്ടുള്ളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ ദ പോയിന്റ് ഈസ് വെരി സിമ്പിൾ. ഇഫ് നേച്ചർ വിത്ത് ഓൾ ഇറ്റ്സ് പവർ, നമ്മളുടെ ലിമിറ്റഡ് പവർ വെച്ച് നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഓർഗാനിസത്തിനെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, the nature with all its power of course can develop, evolve better living creatures. അതാണ് ഈ അതുകൊണ്ടാണ് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ സെലക്ഷൻ ഒരു എക്സാമ്പിൾ ആയിട്ട് അല്ലെങ്കിൽ എവിഡൻസ് ഓഫ് എവല്യൂഷൻ ആയിട്ട് എടുക്കുന്നത്. ലെറ്റ്സ് റീഡ് ഇറ്റ് ഔട്ട്. Man has bred selected plants and animals for agriculture, horticulture, sport, or security. Man has domesticated many wild animals and crops. This intensive breeding program has created breeds that differ from other breeds. Example dogs, but still are of the same group. Okay, of course, a difference in the same group in England. It is argued that if within hundreds of years man could create new breeds, could not nature have done the same over millions of years? ഇപ്പം ചെറിയൊരു കാലയളവിൽ നമുക്ക് ഇത്ര ബെറ്റർ ആയിട്ടുള്ള ആനിമൽസിനെ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ പ്ലാന്റ്സിനെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നേച്ചറിൻ്റെ അതിൻ്റെ എല്ലാ റിസോഴ്സസും വെച്ച് ഇത്രയും മില്യൺസ് ഓഫ് ഇയേഴ്സ് വെച്ച് ബെറ്റർമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. സോ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ആൻ കൈൻഡ് ഓഫ് ആർട്ടിഫിഷ്യൽ സെലക്ഷൻ ആസ് എൻ എക്സാമ്പിൾ ഓഫ് എന്താ പറയുക, അല്ലെങ്കിൽ an എവിഡൻസ് ഓഫ് എവല്യൂഷൻ എന്ന് പറയാം. ഓക്കെ, സോ ദാറ്റ് ഈസ് അനദർ എവിഡൻസ് ഓഫ് എവല്യൂഷൻ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ മെലനൈസേഷൻ ആണ്. ഇൻഡസ്ട്രിയൽ മെലനൈസേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ടുള്ള ഒരു കണ്ടീഷനാണ്. കണ്ടീഷൻ വളരെ സിമ്പിളായിരുന്നു. യുനോ ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് മുമ്പും ശേഷമുള്ളൊരു കാലയളവ്, ഒരു 1850s നമ്മുടെ ഇംഗ്ലണ്ടിലേക്ക് ട്രീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് മൊത്തം ലൈക്കൻ വെച്ച് കവേർഡാണ്. അപ്പോൾ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. മനസ്സിലായില്ലേ? ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് അവിടെ രണ്ട് ടൈപ്പിലുള്ള മോത്ത് ഉണ്ടായിരുന്നു. ഡിസ്റ്റൻ ബെറ്റിലേറിയ എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് മോത്ത് ഉണ്ടായിരുന്നു. ഓക്കെ, വിങ് മോത്ത്. ഒരെണ്ണം മെലനൈസ്ഡ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് ആണ്, ഒരെണ്ണം ഒരു വൈറ്റ് കളറാണ്. ഈ ഡാർക്ക് ഒരു മ്യൂട്ടേഷൻ കൊണ്ടുണ്ടായതായിരിക്കണം, ഒരു വൈറ്റും ഉണ്ട്. അപ്പം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയതുകൊണ്ട്, ലൈക്കൻസ് വെച്ച് കവർ ചെയ്ത് വൈറ്റ് ആയതുകൊണ്ട് ഈ സമയത്ത് ആരായിരിക്കും കൂടുതൽ സർവൈവ് ചെയ്യുക, അല്ലെങ്കിൽ പ്രിഡേറ്റേഴ്സിന്റെ കണ്ണിൽ പെടാത്ത ആരായിരിക്കും? വൈറ്റ് മോത്ത് ആയിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് ബിഫോർ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഈ വൈറ്റ് ആയിരുന്നു കൂടുതൽ ഡോമിനേറ്റഡ്. ठीक है, ഞാൻ ചുമ്മാ നമ്പർ പറയാം. വൈറ്റ് 80 ഉണ്ടായിരുന്നു, ഓക്കെ, ഡാർക്ക് 20 ഉണ്ടായിരുന്നു. കാരണം പ്രിഡേറ്റേഴ്സിന് ഈസി ആയിട്ട് ഡാർക്കിനെ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ. ബട്ട് ആഫ്റ്റർ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഒരു 1920 ഒക്കെ ആയപ്പോൾ എന്താ സംഭവിച്ചത്? ഈ സൂട്ടും ഈ കരിയും, ഐ മീൻ ദീസ് പൊല്യൂട്ടൻസും എല്ലാം കൂടി ബിക്കോസ് ഓഫ് ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ. നമ്മുടെ വേൾഡ് വാറിൻ്റെ ഒക്കെ നിയർ ബൈ ടൈം ആയപ്പോൾ ഈ സമയത്ത് ഇതെല്ലാം എന്ത് സംഭവിച്ചു? ഈ ലൈക്കൺസ് ഡിസപ്പിയർ ആയി. ബിക്കോസ് പൊല്യൂഷൻ ഉണ്ടെങ്കിൽ ലൈക്കൺ ഈസ് എൻ ഇൻഡിക്കേറ്റർ ഓഫ് പൊല്യൂഷൻ. ഇഫ് ലൈക്കൺ ഈസ് നോട്ട് ദെയർ, ദാറ്റ് മീൻസ് ദാറ്റ്സ് എയർ ഈസ് പൊല്യൂട്ടഡ്. സോ ലൈക്കൺസ് ഇല്ല, നൗ ബാക്ക്ഗ്രൗണ്ട് എന്തായി? ബ്ലാക്ക് ആയി. ഈ ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയപ്പോൾ എന്ത് സംഭവിച്ചു? നമ്മുടെ ബ്ലാക്കിന് അഡ്വാൻറ്റേജ് വന്നു, വൈറ്റിന് ഡിസഡ്വാൻറ്റേജ്. ബിക്കോസ് ഇപ്പോൾ ഈ ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ പ്രിഡേറ്റേഴ്സിന് ഈ വൈറ്റിന് ഈസി ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് ദ നമ്പേഴ്സ് ഓഫ് ബ്ലാക്ക് വൺ ഇൻക്രീസ്ഡ്. നേരത്തെ ആദ്യമേ ബിഫോർ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇവിടെ ഒരു 80% വൈറ്റും 20% ബ്ലാക്കും ആയിരുന്നെങ്കിൽ ആഫ്റ്റർ ദ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ തിരിച്ചായി, 80% ബ്ലാക്കും 20% വൈറ്റുമായി. And this is kind of given as an example of or evidence of evolution, because it's an example for natural selection. നാച്ചുറൽ സെലക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഡാർവിൻ പറയുന്ന വൺ ഓഫ് ദ റീസൺ ഫോർ എവല്യൂഷൻ ആണ്. വിൽ ഡിസ്കസ് ദ ഡീറ്റെയിൽ. വളരെ സിമ്പിൾ ആണ്. നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോപ്പുലേഷൻ ഉണ്ട്, ആ പോപ്പുലേഷനിൽ വേരിയൻസ് ഉണ്ടാവും. നോർമൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്,
വേരിയൻസ് ഉണ്ട്. ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യുമ്പം ദിസ് വേരിയൻസ് വിൽ ബി സെലക്ടഡ് ബൈ ദ നേച്ചർ, ദേ വിൽ റീപ്രൊഡ്യൂസ് മോർ ആൻഡ് ദെയർ നമ്പർ വിൽ ഇൻക്രീസ്. മനസ്സിലായി, their number will increase and this is called natural selection. The nature is selecting a better variant, അതാണ് natural selection, which is a kind of ഇതൊരു എവിഡൻസിൻ്റെ എവല്യൂഷൻ്റെ ഒരു റീസൺ ആണ്. ഇറ്റ്സ് എ റീസൺ ഫോർ എവല്യൂഷൻ. അപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ മെലനൈസേഷൻ എന്ന് പറയുന്നത് ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ നാച്ചുറൽ സെലക്ഷൻ. സോ ദാറ്റ് ഈസ് അഗെയിൻ a reason for evolution, considered as a reason for evolution or an evidence for evolution. നമുക്ക് ക്വിക്കായിട്ടൊന്ന് വായിച്ച് നോക്കാം അതിൻ്റെ ഡീറ്റെയിൽസ്. അനദർ ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ സപ്പോർട്ടിംഗ് എവല്യൂഷൻ ബൈ natural selection comes from England. In a collection of moths made in 1850s, that is before the industrialization set in, it was observed that there were more white-winged moths on trees than dark-winged or melanized moths. However, in the collection carried out from the same area but after industrialization, that is in 1920s, there were more dark-winged moths in the same area, that is the proportion is reversed. Okay, the reason I would explain ചെയ്യുന്നത്, the explanation put forth this observation was that predators will spot a moth against a contrasting background. During post-industrialization period, the tree trunks became dark due to industrial smoke and soot. Under this condition, the white-winged moth did not survive due to predators. Dark-winged or melanized moth survived. Before industrialization set in, thick growth of almost white-colored lichen covered the trees. In that background, the white-winged moth survived, but the dark-colored moths were picked out by the predators. Okay, നമുക്കറിയാം lichens can be used as industrial indicator of industrial pollution because lichens will not grow if there is pollution. Okay, they will not grow in areas that are polluted. Hence, moths that were able to camouflage themselves, that is, hide in the background, survived in that particular time period. This understanding is supported by the fact that in areas where industrialization did not occur, that is in rural areas, the count of melanic moth was low. എന്ന് വെച്ചാൽ ബ്ലാക്കിൻ്റെ നമ്പേഴ്സ് അപ്പോഴും കുറവായിരുന്നു. എപ്പോഴായിരുന്നു ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ ഇൻഡസ്ട്രിയലൈസേഷൻ നടക്കാത്ത ഈ റൂറൽ ഏരിയസിൽ എന്താണ് ഇപ്പോഴും ബാക്ക്ഗ്രൗണ്ട് എന്താണ്, വൈറ്റ് ആണ്. അവിടെ ഇപ്പോഴും ആരാണ് കൂടുതൽ, ഇപ്പോഴും വൈറ്റ് ആണ് കൂടുതൽ, ഡാർക്ക് അല്ലെങ്കിൽ മെലാനിക് ഫോം അല്ല കൂടുതൽ. സോ മെലാനിക് മോത്ത്സ് വെർ ലോ. ദിസ് ഷോഡ് ദാറ്റ് in a mixed population, those that can better adapt survive and increase in population size, and that is what called natural selection. Remember that no variant is completely wiped out. അതും കൂടെ ഓർത്തോണം കേട്ടോ. അപ്പം നമ്മൾ പറഞ്ഞു ഇപ്പം എന്താ പറയുന്നത്, ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നപ്പോൾ വൈറ്റ് കൂടുതലും ഡാർക്ക് കുറവായിരുന്നു. ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആയപ്പം ഡാർക്ക് കൂടുതലും വൈറ്റ് കുറവായിരുന്നു. പക്ഷെ റിമെമ്പർ ദിസ്, ബോത്ത് വെയർ മെയിൻറ്റെയിൻഡ്, നോ വേരിയൻറ്റ് ഈസ് കംപ്ലീറ്റ്ലി വൈപ്ഡ് ഔട്ട്. ഇങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാവുന്നതാണ്. വെരി ഇൻട്രസ്റ്റിംഗ് എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഓക്കെ, ഇനി അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ആന്ത്രോപോജനിക് റീസൺസ് ആണ്. ആന്ത്രോപോജനിക് റീസൺസ് എന്ന് വെച്ചാൽ ഹ്യൂമൻ മെയ്ഡ് റീസൺസ് ഫോർ എവല്യൂഷൻ. നേച്ചറിൻ്റെ റീസൺസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു, ഹൗ നേച്ചർ ഈസ് പ്രൊമോട്ടിങ് എവല്യൂഷൻ. നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദ ആന്ത്രോപോജനിക് റീസൺസ് ഓഫ് എവല്യൂഷൻ. ഓക്കെ, ലെറ്റ്സ് സീ ദ ഹ്യൂമൻ റീസൺസ്. ഓക്കെ, ഹ്യൂമൻ കോസസ്. Similarly, excess use of herbicide, pesticide, etc. has only resulted in selection of resistant varieties in much lesser time scale. This is also true for microbes against which we employ antibiotics or drugs against eukaryotic organisms or cell. Hence, resistant organisms cells are appearing in a time scale of months or years and not centuries. Okay, these are examples of evolution by anthropogenic action. വളരെ സിമ്പിൾ ആണ്. നമ്മൾ ഈ ഹെർബിസൈഡ്സ് യൂസ് ചെയ്യുന്നു, പെസ്റ്റിസൈഡ്സ് യൂസ് ചെയ്യുന്നു. ഈ സമയത്ത് എന്താ സംഭവിക്കുക? ഓക്കെ, നമുക്കിങ്ങനെ നോക്കാം. ഇങ്ങനത്തെ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഇൻസെക്റ്റ് ഉണ്ടായിരുന്നു. ഓക്കെ, പർട്ടിക്കുലർ ഗ്രൂപ്പ് ഓഫ് ഇൻസെക്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ഗ്ലൈഫോസേറ്റോ അല്ലെങ്കിൽ ഗ്ലൈഫോസേറ്റോ ഏതെങ്കിലും ഒരു
ഇൻസെക്ടിസൈഡ് പെസ്റ്റിസൈഡ് യൂസ് ചെയ്തു. അപ്പോൾ ഇതിൽ മോസ്റ്റ് ഓഫ് ദം ഗോട്ട് കിൽഡ് ബട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പേര് മാത്രം സർവൈവ് ചെയ്തു. ഈ സർവൈവ് ചെയ്തവർക്ക് എന്താണ് കപ്പാസിറ്റി ഉള്ളത്? അവർക്ക് ആ പെസ്റ്റിസൈഡ് റെസിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ പുതിയൊരു പോപ്പുലേഷൻ ഇവരിൽ നിന്ന് ഫോം ആകും. ഈ പോപ്പുലേഷൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? ഇവർ പെസ്റ്റിസൈഡ് റെസിസ്റ്റൻ്റ് ആൾക്കാരായിരിക്കും. അപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് അല്ലെങ്കിൽ ഒരു വെറൈറ്റി ഈസ് ബീൻ സെലക്ടഡ് വെരി ക്വിക്ലി ഇൻ എ വെരി ഷോർട്ട് ടൈം. വേറെ കാര്യം കൂടെ ആലോചിക്കുക, ലൈഫ് സ്പാൻ കുറയും തോറും എവല്യൂഷൻ്റെ സ്പീഡ് കൂടും. അപ്പോൾ ഇതെല്ലാം ചെറിയ ഓർഗാനിസംസ് ആണ്. എവല്യൂഷൻ പെട്ടെന്ന് സംഭവിക്കും. ഒരു ഷോർട്ട് സ്കെയിലിൽ തന്നെ ഷോർട്ട് ടൈമിൽ തന്നെ പുതിയ പുതിയ വേരിയൻസ് ഫോം ചെയ്യുന്നു. അതേപോലെ തന്നെയാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് യൂസ് ചെയ്യുമ്പോൾ. ഇപ്പോൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് ബാക്ടീരിയ ഉണ്ടാവുന്നു. നമ്മളൊരു ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക? കുറേ ബാക്ടീരിയ ഉണ്ടായാലും കുറച്ച് പേര് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള ആൾക്കാർ, ദ റെസിസ്റ്റൻറ്റ് ബാക്ടീരിയാസ് വിൽ സർവൈവ്. അടുത്ത സമയം നമുക്ക് ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചിട്ട് ഇവരെ വി കനോട്ട് ഡിസ്ട്രോയ് ദം. അപ്പോൾ ഈ റെസിസ്റ്റൻറ്റ് ബാക്ടീരിയ കൂടുതൽ കൂടുതൽ റെസിസ്റ്റൻറ്റ് ബാക്ടീരിയാസ് ഉണ്ടാവും. അങ്ങനെ ഒരു പുതിയ പോപ്പുലേഷൻ, ഒരു പുതിയ വേരിയൻറ്റ്, ഇപ്പോൾ ആംഫിസിലിൻ റെസിസ്റ്റൻറ്റ് ബാക്ടീരിയ, അങ്ങനെയൊക്കെയുള്ള ബാക്ടീരിയയുടെ ഒരു പുതിയ പോപ്പുലേഷൻ, ഒരു പുതിയ സ്പീഷീസ് പോലെ ഉണ്ടായി വരികയാണ് ചെയ്യുന്നത്. സോ ഇൻ എ വെരി ഷോർട്ട് ടൈം. ठीक है, അതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ ഓൾറെഡി ലൈഫ് ടൈം ഷോർട്ട് ആണെങ്കിൽ എവല്യൂഷൻ ഫാസ്റ്റ് ആയിട്ട് നടക്കും. സോ ഹെൻസ് റെസിസ്റ്റൻറ്റ് ഓർഗാനിസംസ് സെൽസ് ആർ അപ്പിയറിംഗ് ഇൻ a time scale of months or years and not centuries. And the reason പറഞ്ഞു ഷോർട്ട് ലൈഫ് സ്പാൻ ആയതുകൊണ്ടാണ്. സോ ദിസ് ഈസ് എക്സാമ്പിൾ ഓഫ് വാട്ട്. അപ്പോൾ അതൊക്കെ എന്തിൻ്റെ എക്സാമ്പിളാണ്? ആൻറ്റിബയോട്ടിക്സ്, പെസ്റ്റിസൈഡ് യൂസ്, ഹെർബിസൈഡ്സ് ഒക്കെ ആന്ത്രോപോജനിക് എവല്യൂഷൻ, എവിഡൻസ് ഓഫ് എവല്യൂഷൻ ബൈ ആന്ത്രോപോജനിക് റീസൺസ്. അപ്പം നമ്മൾ പാലിയോntological എവിഡൻസ് പറഞ്ഞു, എംബ്രിയോളജിക്കൽ എവിഡൻസ് പറഞ്ഞു, കമ്പാരിറ്റീവ് അനാട്ടമി മോർഫോളജിക്കൽ എവിഡൻസ് പറഞ്ഞു, ബയോകെമിക്കൽ എവിഡൻസ് പറഞ്ഞു, ആർട്ടിഫിഷ്യൽ സെലക്ഷൻ പറഞ്ഞു, നാച്ചുറൽ സെലക്ഷൻ പറഞ്ഞു, ഇൻഡസ്ട്രിയൽ മെലനൈസേഷൻ ഇസ് എൻ എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ സെലക്ഷൻ, ആന്ത്രോപോജനിക് റീസൺസ് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്താണ്? ഇതൊക്കെ വെച്ച് മനസ്സിലാവുന്നത് എവല്യൂഷൻ ഈസ് നോട്ട് എ ഡയറക്റ്റഡ് പ്രോസസ് ഇൻ ദ സെൻസ് ഓഫ് ഡിറ്റർമിനിസം. ഓക്കെ, എന്ന് വെച്ചാൽ എന്താണ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ എവല്യൂഷന് ഒരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ഗോളോ അല്ലെങ്കിൽ ഔട്ട്കം അല്ലെങ്കിൽ ഒരു ഒരു അൾട്ടിമേറ്റ് എൻഡ് പോയിന്റ് ഒന്നും ഇല്ല. അതങ്ങനെ അല്ല നടക്കുന്നത്. ഇറ്റ്സ് നോട്ട് എ ഡയറക്റ്റഡ് പ്രോസസ് ഇൻ ദ സെൻസ് ഓഫ് ഡിറ്റർമിനിസം. ഒരു ഡയറക്റ്റഡ് ആയിട്ടുള്ള ഒരു ഡയറക്ഷനിൽ സംഭവിക്കുന്ന ഒരു പ്രോസസ്സ് അല്ല. അതിനൊരു ഔട്ട്കം വരണം അല്ലെങ്കിൽ അതിനൊരു എൻഡ് പോയിന്റ് വരണം എന്ന് വിചാരിച്ച് നടക്കുന്ന ഒരു പ്രോസസ്സ് ഒന്നും അല്ല. ഇറ്റ് ഈസ് എ സ്റ്റൊക്കാസ്റ്റിക് പ്രോസസ്, ഒരു റാൻഡം പ്രോസസ് ആണ്, ബേസ്ഡ് ഓൺ ചാൻസ് ഓഫ് ഈവൻറ്റ്സ് ഇൻ നേച്ചർ ആൻഡ് ചാൻസ് മ്യൂട്ടേഷൻ ഇൻ ദ ഓർഗാനിസം. അപ്പോൾ ഇതൊരു വളരെ റാൻഡം ആയിട്ടുള്ള, ഇത് ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത്, ഇങ്ങനെ ബ്രീഫ് ചെയ്യാം, എവല്യൂഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഒരു ഡയറക്ഷൻ ഉള്ള ഒരു പ്രോസസ് അല്ല, ഒരു എൻഡ് പോയിന്റിലേക്ക് പോകുന്ന ഒരു ഡയറക്ഷനിലോട്ട് പോയി ഒരു അവിടെ അടുത്ത് അവസാനിക്കുന്ന ഒരു പ്രോസസ് അല്ല. പക്ഷേ ഇതൊരു റാൻഡം പ്രോസസ് ആണ്, ബേസ്ഡ് ഓൺ ഒരു ഈവൻസിന്റെ റാപ്പിഡ് ഈവൻസ് അല്ലെങ്കിൽ ചാൻസ് ഓഫ് ഈവൻസ് ലൈക്ക് മ്യൂട്ടേഷനോ നാച്ചുറൽ സെലക്ഷനോ ജനറ്റിക് ഡ്രിഫ്റ്റോ അങ്ങനെയൊക്കെയുള്ള ചാൻസസ് വെച്ചിട്ട് സംഭവിക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇതിന് പ്രത്യേകിച്ച് ഡയറക്ഷൻ ഒന്നുമില്ല. അതാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം. സോ ദാറ്റ് ഈസ് evolution and then evidences of evolution.